അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ദുറൂസു അറബി മലയാളം അതിലെ ആദ്യത്തെ പാഠമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം, എന്നാലേ ഈ പാഠത്തെ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ഇടത് സൈഡിലായിട്ട് സ്ലേറ്റ് ഉണ്ട്, ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ നമുക്ക് വാക്കുകൾ എഴുതുകയും പഠിക്കുകയും ചെയ്യണം. ഉസ്താദ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒന്നാം ക്ലാസ്സിൽ വെച്ച് തന്നെ എല്ലാ അക്ഷരമാലകളും വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ കഴിയുന്നതാണ്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്, ഇപ്പോൾ ഒന്നാമത്തെ പാഠത്തിൽ കണ്ടില്ലേ, നിങ്ങളൊരു ചിത്രം കാണുന്നുണ്ടാകും. ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത് എന്താണെന്ന്. എന്താണ്? എല്ല്. ഇനി ആ ചിത്രത്തിൻ്റെ താഴെ കണ്ടില്ലേ നിങ്ങൾ, ആ കറുപ്പ് കോളത്തിലായിട്ട് എന്തോ എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയിട്ടുള്ളത്? എല്ല് എന്നാണ് വായിക്കുക. അത് എങ്ങനെയാണ് എഴുതുക? ആദ്യം അലിഫ് എന്ന അക്ഷരം എഴുതുക. ഇതുപോലെ ചിത്രത്തിൽ കാണുന്നത് പോലെ അലിഫ് എന്ന അക്ഷരം എഴുതി അതിന് മുകളിൽ ചെറിയൊരു ശരി പോലെ ഒരു ചിഹ്നം കൊടുക്കുക. ഇപ്പോൾ ഇത് വായിക്കുന്നത് എ എന്ന അക്ഷരമാണ്. എല്ല് എന്നതിലെ എ. ഇനി ലാമാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. അലിഫ് വരച്ചതുപോലെ താഴേക്ക് കൊടുന്നിട്ട് വളച്ച് കൊണ്ടുവരണം. ഇതുപോലെ ഇങ്ങനെയാണ് ലാമ് വരക്കുന്നത്. ഇനി നമുക്കൊന്ന് പാഠഭാഗം ഒന്ന് വായിച്ച് നോക്കാം, അതിനുശേഷം ഒന്ന് എഴുതാം. പാഠം 1. എല്ല്. 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 എലി. 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 നെല്ല്. 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 മെത്ത. 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 നെല്ല് എന്നതിലെ നെ. ഇനി താഴെ പച്ച കളറിലായിട്ട് നിങ്ങൾക്ക് 3 ബോക്സുകൾ കാണാം. അതിൻ്റെ ഉള്ളിൽ 3 അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് എ. എല്ല് എന്നതിലെ എ എന്ന അക്ഷരം. രണ്ടാമത്തത് നെല്ല് എന്നതിലെ നെ. നെല്ല് എന്ന് നമ്മൾ വായിച്ചില്ലേ മുകളിൽ, അതിലെ നെ എന്ന അക്ഷരം. മൂന്നാമത്തത് മെത്ത എന്നതിലെ മേ. മെത്ത. മേ. അപ്പോൾ എ, നെ, മേ. ഇനി അതിൻ്റെ താഴെ മഞ്ഞ കളറിലായിട്ട് കോപ്പി എഴുതാനാണ് കാണുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് ബുക്കിൽ വരച്ച് എഴുതി പഠിക്കണം. ഉസ്താദ് സ്ലേറ്റിൽ കാണിച്ചത് തന്നതുപോലെ അലിഫ് എഴുതി അതിന് മുകളിൽ ചിഹ്നമിട്ട് എഴുതി പഠിക്കണം. താഴെ എ എന്ന അക്ഷരം കാണാം. എ. അലിഫ്. അലിഫ്. അലിഫ് എന്നതിൻ്റെ മുകളിലാണ് നമ്മൾ എ എന്ന അക്ഷരത്തിന് ഒരു ചിഹ്നം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അലിഫ് എഴുതി അതിന് മുകളിൽ ടിക്ക് പോലെ, ശരി പോലെ ചെറിയൊരു ചിഹ്നം ഇട്ട് കൊടുക്കുക. ആ ചിഹ്നം തന്നെയാണ് നമ്മൾ നൂനിന് മുകളിലും ഇട്ട് കൊടുക്കുന്നത്. നെ എന്ന് വായിച്ചില്ലേ, നെല്ല്. നൂനിന് മുകളിൽ ആ ചിഹ്നം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നെ എന്ന് വായിക്കും.
അതിൻ്റെ തൊട്ടടുത്ത് മീം കാണാം. മീമിന് മുകളിലും ആ ചിഹ്നമുണ്ട്. ആ ചിഹ്നം മീമിന് മുകളിലും കൊടുത്തു കഴിഞ്ഞാൽ മേ എന്ന് വായിക്കും. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് സ്ലേറ്റിലേക്ക് എഴുതിയെടുക്കാം. ആദ്യം നെല്ല് എന്ന് എഴുതണം. അതിനായിട്ട് നൂന് എഴുതുക. ഇതുപോലെ എഴുതിയിട്ട് അതിൻ്റെ കൂടെ ലാം എഴുതി കൊടുക്കുക. എഴുതിയ ശേഷം നൂനിൻ്റെ മുകളിൽ പുള്ളിയിട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ ചിഹ്നം കൊടുക്കുക. ശേഷം ലാമിൻ്റെ ഷദ്ദും അതുപോലെ സുക്കൂനും എഴുതി കൊടുക്കുക. ഇങ്ങനെയാണ് നെല്ല് എന്ന് എഴുതുക. ഇനി രണ്ടാമത്തത് മെത്ത. ആദ്യം മീം സ്ക്രീനിൽ കാണുന്നത് പോലെ മീം എഴുതുക. അതിനുശേഷം താവുമായി മുട്ടിച്ചെഴുതുക. ഇതുപോലെ എഴുതിയ ശേഷമാണ് നമ്മൾ ചിഹ്നമിടേണ്ടത്. ആദ്യം മീമിന് മുകളിൽ മേ എന്നതിൻ്റെ ചിഹ്നമിട്ട് താഇൻ്റെ 2 പുള്ളികൾ എഴുതി കൊടുക്കുക. ശേഷം ഷദ് എഴുതി കൊടുക്കുക. അതിനുശേഷം ഫത്ഹ്. ഇപ്പോൾ നമ്മൾ വായിക്കുക മെത്ത. ഇതുപോലെ എല്ല്, എലി, നെല്ല്, മെത്ത, എ, നെ, മേ, എ, അലിഫ്, അലിഫ്, നെ, മേ. ഈ പറയപ്പെട്ട എല്ലാ വാക്കുകളും നോട്ട് ബുക്കിലേക്ക് വൃത്തിയായി എഴുതിയെടുക്കണം. അതുപോലെ കാണാതെ പഠിക്കുകയും ചെയ്യണം.